സ്വകാര്യ പണമിടപാട് സ്ഥാപനം വഴി ഐഫോൺ വാങ്ങി ലോൺ തുക തിരികെ അടയ്ക്കാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിന് മർദ്ദനമേറ്റു. വാണിയംകുളം പനയൂർ സ്വദേശിയായ യുവാവിന്റെ താടിയെല്ലിനും തലയോട്ടിക്കുമാണ് പരിക്കേറ്റത്. സംഭവത്തിൽ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബജാജ് ഫിനാൻസിൽ നിന്ന് ലോണെടുത്ത് ഐഫോൺ വാങ്ങിയ ശേഷം തുടർച്ചയായി തിരിച്ചടവ് തുക മുടങ്ങിയതോടെയാണ് വാണിയംകുളം പനയൂർ നെടുങ്കണ്ടം വീട്ടിൽ 26 വയസ്സുള്ള ഷെരീഫിനെ തേടി ജീവനക്കാരനായ വാണിയംകുളം സ്വദേശി 26 വയസ്സുള്ള അനൂപ് വീട്ടിലെത്തിയത്. ഈ സമയം ഷെരീഫിൻ്റെ മാതാവ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഷെരീഫ് വാങ്ങിയ മൊബൈൽ ഫോണിൻ്റെ ലോൺ തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടെന്നും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നും അനൂപ് മാതാവിനെ ബോധിപ്പിച്ചു. വിളിച്ചാൽ കിട്ടാവുന്ന ഒരു നമ്പർ വേണമെന്ന് പിന്നീട് അനൂപ് ആവശ്യപ്പെട്ടു. അങ്ങനെ മാതാവിൻ്റെ ഫോൺ നമ്പർ വാങ്ങി അടുത്ത ദിവസം അടയ്ക്കാമെന്ന ഉറപ്പിന്മേൽ ജീവനക്കാരനായ അനൂപ് മടങ്ങുകയായിരുന്നു. മാതാവ് മാത്രമുള്ളപ്പോൾ എന്തിനാണ് വീട്ടിൽ വന്നതെന്നും മാതാവിൻ്റെ നമ്പർ എന്തിനാണ് വാങ്ങിയതെന്നും ചോദിച്ച് ഷെരീഫും അനൂപും തമ്മിൽ ഫോണിലൂടെ പലതവണ വാക്കുതർക്കമുണ്ടായതായും പരസ്പരം അസഭ്യം വിളിച്ചതായും പോലീസ് പറയുന്നു. സംഭവങ്ങൾക്ക് പിന്നാലെ ഞായറാഴ്ച രാത്രി 11 മണിയോടെ വാണിയംകുളത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റ ഷെരീഫ് ജീവനക്കാരനായ അനൂപിനെ വാണിയംകുളത്തേക്ക് വിളിച്ചു വരുത്തിയതായും തുടർന്ന് വാക്കുതർക്കം ഉണ്ടായതായും അനൂപ് ഷെരീഫിനെ കൈകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചതായും പോലീസ് പറയുന്നു. അടിയുടെ ആഘാതത്തിൽ ഷെരീഫ് നിലത്ത് വീഴുകയും തലയോട്ടിക്കും താടിയലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ഷെരീഫിനെ മർദ്ദിച്ചവർ തന്നെയാണ് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഷെരീഫിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. യുവാവ് തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.